ഒന്ന് ഭാവന ചെയ്യുക. ഒരു പ്രഭാതത്തിൽ നിങ്ങളുടെ ഫോണിൽ ഒരു സന്ദേശം വരുന്നു. അഭിനന്ദനങ്ങൾ. വിദേശത്ത് താമസിച്ചിരുന്ന നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ബന്ധു മരണമടഞ്ഞു. 100 രൂപ കോടിയുടെ സ്വത്ത് നിങ്ങൾക്കായി വിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. പിന്നെ രണ്ടാമത്തെ സന്ദേശം വരുന്നു. പണം ലഭിക്കാൻ ആദ്യം നിയമപരമായ പ്രോസസ്സിംഗ് ഫീസ് അടയ്ക്കണം. നിങ്ങൾ ശങ്കിക്കുന്നു. പക്ഷേ രേഖകൾ യഥാർത്ഥമെന്ന് തോന്നുന്നു. ഇമെയിലുകളിൽ ഔദ്യോഗിക ലോഗോകൾ. ഫോൺ കോളുകൾ വരുന്നു. മറുതലയ്ക്കലുള്ള സ്വരം വിശ്വസനീയമായി തോന്നുന്നു. പതിയെ പതിയെ പ്രതീക്ഷ വളരുന്നു. നിങ്ങൾ സ്വപ്നം കാണാൻ തുടങ്ങുന്നു. എനിക്ക് ഒരു സ്കൂൾ പണിയാം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സഹായിക്കാം. ഒരു ആശുപത്രി പണിയാം. കുറേശ്ശെ നിങ്ങൾ പണം അയക്കുന്നു. ആരോടും പറയുന്നില്ല, കാരണം ഈ അവസരം നഷ്ടപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ദിവസങ്ങൾ ആഴ്ചകളാകുന്നു. ആഴ്ചകൾ മാസങ്ങളാകുന്നു. പിന്നെ ഒരു പ്രഭാതത്തിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു. ഇമെയിലുകൾ തിരിച്ചുവരുന്നു. വെബ്സൈറ്റ് അപ്രത്യക്ഷമാകുന്നു. സ്വത്തുണ്ടായിരുന്നില്ല, ധനികനായ ബന്ധുവുണ്ടായിരുന്നില്ല, നിധിയുണ്ടായിരുന്നില്ല, എല്ലാം ഒരു മിഥ്യ ആയിരുന്നു. സഹോദരന്മാരെ, ഓരോ ആഴ്ചയും ആയിരക്കണക്കിന് ആളുകൾ ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകുന്നു. കാരണം തട്ടിപ്പുകാർക്ക് മനുഷ്യഹൃദയത്തെക്കുറിച്ച് ഒരു സത്യം അറിയാം. ഓരോ മനുഷ്യനും ഒരു ഒളിഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം യേശുവിനും അറിയാം. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷം ഒരു വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. എന്നാൽ ഈ ലോകത്തിന്റെ വ്യാജ വാഗ്ദാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യേശു ഒരു മിഥ്യ വിൽക്കുകയല്ല, ഒരിക്കലും നിരാശപ്പെടുത്താത്ത ഏക നിധിയെ അവിടുന്ന് വെളിപ്പെടുത്തുകയാണ്. 2 പേർ ഒരേ കണ്ടെത്തൽ. ആദ്യം നിധി തേടിയല്ല, വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർഷകനെക്കുറിച്ച് അവിടുന്ന് പറയുന്നു. പെട്ടെന്ന് അയാൾ ഭാവനയ്ക്കതീതമായ എന്തോ ഒന്ന് കണ്ടെത്തുന്നു. പിന്നീട് യേശു രണ്ടാമത്തെ കഥ പറയുന്നു, ഇത്തവണ ഒരു വ്യാപാരിയെക്കുറിച്ച്. കർഷകനിൽ നിന്ന് വ്യത്യസ്തമായി ഈ മനുഷ്യൻ തന്റെ ജീവിതം മുഴുവൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾക്ക് മുത്തുകളെക്കുറിച്ച് അറിയാം, അവയെക്കുറിച്ച് പഠിക്കുന്നു, തികഞ്ഞ ഒരു മുത്ത് കണ്ടെത്തുന്നത് സ്വപ്നം കാണുന്നു. ഒടുവിൽ ഒരു ദിവസം അയാൾ അത് കണ്ടെത്തുന്നു. ഒരാൾ തിരയുകയായിരുന്നില്ല, മറ്റേയാൾ ജീവിതം മുഴുവൻ തിരഞ്ഞു. വ്യത്യസ്ത യാത്രകൾ, എന്നാൽ ഒരേ കണ്ടെത്തൽ, ഒരേ തീരുമാനം, ഒരേ ആനന്ദം. 2 പേരും തങ്ങളുടെ എല്ലാം വിൽക്കുന്നു. യേശു പറയാത്തത് ശ്രദ്ധിക്കുക. കർഷകൻ പരാതിപ്പെടുന്നില്ല, വ്യാപാരി വിലപേശുന്നില്ല, കർത്താവേ, എന്നെ ഒന്ന് ആലോചിക്കാൻ അനുവദിക്കൂ എന്നോ അല്പം എനിക്കായി വച്ചുകൂടെ എന്നോ ആരും ചോദിക്കുന്നില്ല. അവർ വെറുതെ എല്ലാം വിൽക്കുന്നു. എന്തുകൊണ്ടെന്ന് മത്തായി പതിയെ പറയുന്നു, സന്തോഷത്തോടെ. ആ ചെറിയ വാക്യം എല്ലാം മാറ്റുന്നു. ഇവർ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ദുഃഖിക്കുകയല്ല, കണ്ടെത്തിയതിനെ ആഘോഷിക്കുകയാണ്. ക്രിസ്തുമതം ആദ്യമായി എന്തെങ്കിലും ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചല്ല, മറ്റെല്ലാറ്റിനേക്കാളും അനന്തമായി ശ്രേഷ്ഠനായ ഒരാളെ കണ്ടെത്തുന്നതിനെക്കുറിച്ചാണ്. ഫ്രാൻസിസ് പാപ്പ ഇത് നന്നായി വിശദീകരിക്കുന്നു. നാം ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോൾ മറ്റെല്ലാം നാം നിന്ദിക്കുന്നില്ല, യേശുവിനെ ആദ്യസ്ഥാനത്ത് സന്തോഷത്തോടെ പ്രതിഷ്ഠിക്കുകയാണ്. ശിഷ്യൻ അനിവാര്യമായ എന്തോ ഒന്ന് നഷ്ടപ്പെടുത്തിയിട്ടില്ല, അതിലും ശ്രേഷ്ഠമായ ഒന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധർ ഇത്ര സ്വതന്ത്രരായി കാണപ്പെടുന്നത്. അവർ എല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് ദരിദ്രരായിരുന്നില്ല, ക്രിസ്തുവിനെ കണ്ടെത്തിയതുകൊണ്ട് അവർ ധനികരായിരുന്നു. വിശുദ്ധ പൗലോസിന് വിദ്യാഭ്യാസം, സ്വാധീനം, ബഹുമാനം, അധികാരം എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ടും ക്രിസ്തുവിനെ കണ്ടെത്തിയ ശേഷം അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞു, എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ അറിയുന്നതിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. അദ്ദേഹം ഒരിക്കലും തിരിഞ്ഞുനോക്കിയില്ല, ഞാൻ എത്രയോ ത്യജിച്ചു എന്ന് ഒരിക്കലും പറഞ്ഞില്ല, ഞാൻ ക്രിസ്തുവിനെ നേടി എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങളുടെ നിധി എന്താണ്? നാം എല്ലാവരും ഒരു നിധി തേടിക്കൊണ്ടിരിക്കുകയാണ്. വിജയത്തിലൂടെ, പണത്തിലൂടെ, ബന്ധങ്ങളിലൂടെ, പ്രശസ്തിയിലൂടെ, സുഖസൗകര്യങ്ങളിലൂടെ, അധികാരത്തിലൂടെ, ആനന്ദത്തിലൂടെ. നാം തിരയുന്നു എന്നതല്ല ദുരന്തം. നാം ചിലപ്പോൾ വളരെ വേഗം തിരച്ചിൽ നിർത്തുന്നു എന്നതാണ് ദുരന്തം. നാം കല്ലുകളെ മുത്തുകളായി തെറ്റിദ്ധരിക്കുന്നു, മണലിനെ നിധിയായി തെറ്റിദ്ധരിക്കുന്നു, ക്ഷണികമായ സന്തോഷത്തെ നിത്യമായ ആനന്ദമായി തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് യേശു ഇന്ന് നമ്മോട് പതിയെ ചോദിക്കുന്നു, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി എന്താണ്? ആരെങ്കിലും നിങ്ങളുടെ കലണ്ടർ, ബാങ്ക് അക്കൗണ്ട്, സംഭാഷണങ്ങൾ, ആശങ്കകൾ, സ്വപ്നങ്ങൾ എന്നിവ നോക്കിയാൽ അവർ എന്ത് നിഗമനത്തിലെത്തും? നിങ്ങളുടെ കരിയറോ? കുടുംബമോ? പ്രശസ്തിയോ? ഫോണോ? സുഖസൗകര്യമോ? ഇവയൊന്നും തിന്മയല്ല, എന്നാൽ ക്രിസ്തുവിൻ മാത്രം അവകാശപ്പെട്ട സ്ഥാനം കൈയടക്കുമ്പോൾ നല്ല കാര്യങ്ങൾ പോലും വിഗ്രഹങ്ങളാകുന്നു. വല. നിധിയെയും മുത്തിനെയും കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ചിത്രം മാറ്റുന്നു. ഇപ്പോൾ ഒരു മീൻപിടിത്ത വല ഉണ്ട്, എല്ലാത്തരം മീനുകളെയും
നല്ലതും ചീത്തയും ശേഖരിക്കുന്നു, വേർതിരിക്കലിന്റെ നിമിഷം വരെ. ആദ്യം ഇത് വേറൊരു കഥ പോലെ തോന്നാം. അല്ല, നാം ഇതുവരെ ചോദിക്കാത്ത ചോദ്യത്തിന് യേശു ഉത്തരം നൽകുകയാണ്. നിധി കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് അകന്നുപോകുന്നവർക്ക് എന്ത് സംഭവിക്കും? രാജ്യം എല്ലാവർക്കും വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. വല എല്ലാവരെയും ശേഖരിക്കുന്നു. സഭ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഒരു ദിവസം അന്തിമ ന്യായവിധി ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തിലുടനീളം യഥാർത്ഥത്തിൽ എന്ത് വിലമതിച്ചു എന്ന് വെളിപ്പെടുത്തും. ദൈവം കഠിനനാകുന്നതല്ല ന്യായവിധി, നമ്മുടെ ഹൃദയങ്ങൾ സ്വതന്ത്രമായി തിരഞ്ഞെടുത്ത ദിശ അത് വെളിപ്പെടുത്തുന്നു. സന്തോഷത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന അതേ യേശു തന്നെ നമ്മെ രക്ഷിക്കാൻ കഴിയാത്ത നിധികളെ പിന്തുടർന്ന് ജീവിതം പാഴാക്കരുതെന്നും മുന്നറിയിപ്പ് നൽകുന്നു. ദരിദ്രനായി മരിക്കുന്നതല്ല ഏറ്റവും വലിയ ദുരന്തം. ഏറ്റവും വലിയ നിധിയുടെ അരികിൽ നിന്നുകൊണ്ട് അതിനെ തിരിച്ചറിയാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. ഗൃഹനാഥൻ. പിന്നെ യേശു അവസാനത്തെ ചോദ്യം ചോദിക്കുന്നു, ഇവയെല്ലാം നിങ്ങൾ ഗ്രഹിച്ചുവോ? ശിഷ്യന്മാർ ഉത്തരം പറയുന്നു, അതെ. അപ്പോൾ മാത്രമാണ് പുതിയതും പഴയതുമായ നിധികൾ പുറത്തെടുക്കുന്ന ഗൃഹനാഥനെക്കുറിച്ച് അവിടുന്ന് സംസാരിക്കുന്നത്. എന്തുകൊണ്ട്? കാരണം നിധി കണ്ടെത്തുന്നത് ഒരിക്കലും അവസാനമല്ല, അത് തുടക്കമാണ്. ക്രിസ്തുവിനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിനെ പങ്കുവയ്ക്കുന്ന ഒരാളായി മാറുന്നു. മാതാപിതാക്കൾ മക്കൾക്കായി ഗൃഹനാഥരാകുന്നു. അധ്യാപകർ വിദ്യാർത്ഥികൾക്കായി ഗൃഹനാഥരാകുന്നു. വൈദികർ ദൈവജനത്തിനായി ഗൃഹനാഥരാകുന്നു. മുത്തശ്ശിമുത്തശ്ശന്മാർ പേരക്കുട്ടികൾക്കായി ഗൃഹനാഥരാകുന്നു. ഓരോ ക്രിസ്ത്യാനിയും ഒരു നിധിപ്പെട്ടി വഹിക്കുന്നു. നിധി നമ്മുടേതായതുകൊണ്ടല്ല, മറിച്ച് അത് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നതുകൊണ്ടാണ്. ആദ്യം തിരഞ്ഞുവന്ന നിധി. ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു അത്ഭുതം കൂടി ഒളിഞ്ഞിരിക്കുന്നു. നാം പലപ്പോഴും യേശുവിനെ കണ്ടെത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു. എന്നാൽ നാം അവിടുത്തെ തിരയുന്നതിനു മുമ്പ് അവിടുന്ന് നമ്മെ തിരഞ്ഞു വന്നിരുന്നു. എല്ലാം യഥാർത്ഥത്തിൽ ഉപേക്ഷിച്ച ഏകൻ ആരാണ്? കർഷകനല്ല, വ്യാപാരിയല്ല, യേശു. അവിടുന്ന് സ്വർഗത്തിന്റെ മഹത്വം വിട്ടു. തന്നെത്തന്നെ ശൂന്യമാക്കി. ദരിദ്രനായി. കുരിശ് സ്വീകരിച്ചു. എല്ലാം നൽകി. ഒരു വയൽ വാങ്ങാനോ ഒരു മുത്ത് വാങ്ങാനോ അല്ല, മറിച്ച് നിന്നെയും എന്നെയും വീണ്ടെടുക്കാനാണ്. നാം ക്രിസ്തുവിനുവേണ്ടി എന്തെങ്കിലും നൽകുന്നതിനു മുമ്പ് ക്രിസ്തു നമുക്കുവേണ്ടി എല്ലാം നൽകിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഓരോ വിശുദ്ധ കുർബാനയും ഭൂമിയിലെ ഏറ്റവും വലിയ നിധിയാകുന്നത്. ഇന്ന് നിങ്ങൾ നിധി തേടേണ്ട ആവശ്യമില്ല. നിധി നിങ്ങളെ തേടി വരുന്നു, തന്നെത്തന്നെ നിങ്ങളുടെ കൈകളിൽ വയ്ക്കുന്നു. അവിടുത്തെ ശരീരം, അവിടുത്തെ രക്തം, അവിടുത്തെ ജീവൻ, അവിടുത്തെ കരുണ, അവിടുത്തെ സ്നേഹം. ഈ ബലിപീഠത്തിനു മുന്നിൽ വരുമ്പോൾ ഒരുപക്ഷേ ഒരൊറ്റ ചോദ്യമേ യഥാർത്ഥത്തിൽ പ്രധാനമുള്ളൂ: എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി എന്താണ്? ഒരു ദിവസം നമ്മുടെ പണം പിന്നിൽ നിൽക്കും. നമ്മുടെ നേട്ടങ്ങൾ മാഞ്ഞുപോകും. നമ്മുടെ സ്വത്തുക്കൾ മറ്റാരുടേതോ ആകും. ഈ ശരീരം പോലും മണ്ണിലേക്ക് മടങ്ങും. ഒരു നിധി മാത്രം മരണത്തിലൂടെ നിത്യജീവനിലേക്ക് നമ്മോടൊപ്പം നടക്കും: യേശുക്രിസ്തു. അതുകൊണ്ട് ഞാൻ എത്രയോ ത്യജിക്കേണ്ടി വന്നു എന്ന് ഒരിക്കലും പറയരുത്. പകരം നിധി കണ്ടെത്തിയ കർഷകനെയും മുത്ത് കണ്ടെത്തിയ വ്യാപാരിയെയും പോലെ ജീവിതകാലം മുഴുവൻ ശാന്തമായ സന്തോഷത്തോടെ പറയട്ടെ: നോക്കൂ, ഞാൻ എന്താണ് കണ്ടെത്തിയത്. ആമേൻ.